ലോകത്തെവിടെയും മാറ്റങ്ങൾക്ക് വേണ്ടി നടന്ന ഉശിരൻ സമരങ്ങളിൽ വിദ്യാർത്ഥികൾ ത്യാഗപൂർണമായ പങ്കുവഹിച്ച ഒരു പ്രസ്ഥാനമുണ്ട്. സീതാറാം യെച്ചൂരി മുതൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ വരെയുള്ള തിളങ്ങുന്ന വ്യക്തിത്വങ്ങളെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് സമ്മാനിച്ച പ്രസ്ഥാനം SFI. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് ക്യാമ്പസിനകത്തും പുറത്തും വലിയ ഭാവുകത്വം നൽകിയ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന SFI ഇന്ന് പ്രതിക്കൂട്ടിലാണ്. ഇടതുമുന്നണിയിലെ പ്രധാന ഘടകകക്ഷികളായ CPI-യും CPM-ഉം ഇന്ന് SFI-യെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് കടന്നുവരികയാണ്. മാധ്യമങ്ങളിൽ നിരന്തരം വിമർശനങ്ങൾ ഉയരുകയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM നേരിട്ട കനത്ത പരാജയത്തിന് SFI-യുടെ നീക്കങ്ങൾ കാരണമായി എന്ന വിലയിരുത്തലുകളും വരുന്നുണ്ട്. അങ്ങനെ നീളുന്ന ഒരുപാട് വിമർശനങ്ങൾക്ക് പ്രതി ചേർക്കപ്പെട്ടിരിക്കുകയാണ് SFI എന്ന വിദ്യാർത്ഥി സംഘടന. ഇടത് വിദ്യാർത്ഥി സംഘടനയായ SFI-ക്കെതിരെ നിരന്തരം ആരോപണങ്ങൾ ഉയരുമ്പോൾ മുതിർന്ന CPM നേതാവായ AK ബാലൻ സംഘടനയിൽ തിരുത്തൽ വേണമെന്ന് തന്നെ കൃത്യമായി ആവശ്യപ്പെടുകയാണ്. അതിനർത്ഥം അദ്ദേഹവും SFI-ക്കെതിരെ തന്നെയാണ് എന്നാണ്. SFI ഒരിക്കലും CPM-ന്റെ പോഷക സംഘടനയല്ല എന്ന് പോലും അദ്ദേഹം തള്ളിപ്പറയുന്നുണ്ട്. തെറ്റായ പ്രവണതകൾ തിരുത്തേണ്ടത് സംഘടനയുടെ ഉത്തരവാദിത്വമാവണമെന്നും AK ബാലൻ പറയുന്നുണ്ട്. ഇടത് സംഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തിൽ ഉൾപ്പെടാത്തവരും സംഘടനയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതൊരു പക്ഷേ SFI എന്ന പ്രസ്ഥാനത്തെ രക്ഷിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗവുമായി വേണമെങ്കിലും വിലയിരുത്താം. വിവിധ വിഷയങ്ങളിൽ SFI-യെ പ്രതിക്കൂട്ടിലാക്കുന്ന ആരോപണങ്ങൾ ശക്തമാവുന്ന ഘട്ടത്തിലാണ് AK ബാലന്റെ ഈ പ്രതികരണം വരുന്നത്. അന്യവർഗ വിഭാഗങ്ങൾ ചേർന്ന് പ്രവർത്തിച്ചപ്പോൾ മറ്റ് വിദ്യാർത്ഥി സംഘടനകൾക്ക് ഉണ്ടായതുപോലെയുള്ള ചാബല്യങ്ങൾ SFI-ക്ക് മുൻപും ബാധിച്ചിട്ടുള്ളതാണ്. എന്നാൽ അപ്പോഴെല്ലാം തിരുത്തൽ നടപടികളും നിലപാടുകളും ഉണ്ടായി. ഇപ്പോഴത്തെ പ്രവണതകൾ നേതൃത്വത്തിന്റെ അറിവോടെ ആകണമെന്നില്ല എന്നും AK ബാലൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ AK ബാലന്റെ വാക്കുകൾക്കും അപ്പുറത്തേക്ക് SFI CPM-നോട് ചേർന്ന ചരിത്രം പറഞ്ഞു വെക്കുന്നത് മറ്റൊരു കഥയാണ്. വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന ഒരു പൊതുസംഘടന എന്ന ഐഡന്റിറ്റിയിലേക്കാണ് SFI എന്ന പ്രസ്ഥാനം വളർന്നു വന്നത്. SFI ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ടായിരുന്നു. അന്നത്തെ മുദ്രാവാക്യങ്ങളും ഈ കഥകൾ വ്യക്തമായി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. മരുഭൂമികളുടെ രാജസ്ഥാനിൽ, ഗാന്ധി പിറന്നൊരു ഗുജറാത്തിൽ, ജയപ്രകാശിൻ ബീഹാറിൽ, വങ്കനാട്ടിൽ, മലനാട്ടിൽ, വിശാലമായ ഇന്ത്യൻ സങ്കല്പത്തിനുള്ള മുദ്രാവാക്യം. എന്നാൽ പാർട്ടിക്ക് പല സംസ്ഥാനങ്ങളിലും പ്രശ്നങ്ങൾ നേരിട്ടു. കേരളത്തിൽ, രാജസ്ഥാനിൽ, ഒറീസയിൽ, ബീഹാറിൽ, ബംഗാളിൽ. 80കളുടെ മധ്യം മുതൽ പാർട്ടിക്കുള്ളിൽ ഒരുപാട് സംഘടനാ പ്രശ്നങ്ങളും ഉണ്ടായി. ഈ പ്രശ്നങ്ങൾ SFI-യെ തളർത്തിയിരുന്നില്ല. പക്ഷേ സംഘടനയുടെ ക്യാരക്ടർ തന്നെ മാറ്റിമറിച്ചു. SFI പിന്നീട് CPM സംഘടനയായി മാറി. എന്നാൽ ഈ ചരിത്രം മറന്നു പോവുകയാണോ AK ബാലൻ എന്നാണ് ഉയർന്നു വരുന്ന മറ്റൊരു വിമർശനം. എന്നാൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുത്തത് ചൂണ്ടിക്കാട്ടിയ AK ബാലൻ പക്ഷേ കൊയിലാണ്ടി ഗുരുദേവ കോളേജിൽ നടന്ന സംഭവത്തിൽ പ്രിൻസിപ്പാലിനെ കുറ്റപ്പെടുത്തുന്നതും ശ്രദ്ധേയം തന്നെയാണ്. അതായത് AK ബാലന്റെ ഇരട്ടത്താപ്പ് എന്നും പറയാം. പ്രിൻസിപ്പലിന്റെ ഭാഗത്ത് നിന്ന് അരുതാത്തത് സംഭവിച്ചു എന്നായിരുന്നു AK ബാലന്റെ വിമർശനം. അതേസമയം വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ഉൾപ്പെടെ SFI പ്രതിരോധത്തിലാണ് എന്നുള്ളതും വാസ്തവം തന്നെയാണ്. ക്യാമ്പസുകളിലെ റാഗിംഗ് തടയാൻ നടപടി ആവശ്യപ്പെട്ടിരുന്ന SFI തന്നെ ഇത്തരമൊരു സംഭവത്തിന്റെ ഭാഗമായതോടെ വലിയ വിമർശനങ്ങളാണ് യഥാർത്ഥത്തിൽ SFI-ക്കെതിരെ ഉയർന്നു വന്നത്, അതും വിവിധ കോണുകളിൽ നിന്നും. ഇതിന് പിന്നാലെയാണ് കൊയിലാണ്ടി ഗുരുദേവ കോളേജിൽ പ്രിൻസിപ്പാളിനെ മർദ്ദിച്ച സംഭവവും നാണക്കേടായി മാറിയത്. SFI പ്രവർത്തകർ തന്റെ കൈപിടിച്ച് തിരിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് പ്രിൻസിപ്പൽ സുനിൽകുമാറിന്റെ ആരോപണം. എന്നാൽ SFI പ്രവർത്തകനെ പ്രിൻസിപ്പൽ മർദ്ദിച്ചുവെന്നാണ് പ്രവർത്തകർ നൽകിയ മറുപടി. ഇതോടെയാണ് സംഭവം വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചത്. എന്നാൽ വയനാട്ടിലെ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റേത് ഒരർത്ഥത്തിലും ആത്മഹത്യയല്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. മരണം സാങ്കേതികമായ ഒന്നല്ല. പൂക്കോട് നടന്നത് സഹപാഠിയെ കൊന്നുകളയൽ തന്നെയാണ്. എങ്ങനെയാണ് ഇത്തരമൊരു ഭയാനകമായ കുറ്റകൃത്യം നടത്തുവാനും അത് നടന്ന 5 ദിവസം മൂടിവെക്കാനും പൂക്കോട് ക്യാമ്പസിന് കഴിഞ്ഞത് എന്ന ചോദ്യം SFI-ക്ക് നേരെയും കോളേജ് ക്യാമ്പസിന് നേരെയും ഭരണകൂടത്തിനെതിരെയും ഉയർന്നു വന്നതാണ്. എങ്ങനെയാണ് സിദ്ധാർത്ഥൻ മരിച്ചു കഴിഞ്ഞ് ഒരു പരാതി ചമച്ച ആഭ്യന്തര അന്വേഷണ സമിതിക്ക് നൽകാൻ ക്യാമ്പസിനും അവിടുത്തെ സഹവിദ്യാർത്ഥികൾക്കും കഴിഞ്ഞത് എന്നുള്ള ചോദ്യവും ഏറെ പ്രസക്തം തന്നെയായിരുന്നു. ആ കഴിയലിന്റെ പേരാണ് അധികാര അഹന്തയോടുള്ള ഭയം. ആ ഭയം ആര് സൃഷ്ടിച്ചതാണ്? ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, അത് SFI സൃഷ്ടിച്ചതാണ്. ഉയർന്നു വന്ന ഇത്തരം ചോദ്യങ്ങളും SFI എന്ന ആ ഉത്തരവും തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി തന്നെയായിരുന്നു.
SFIക്കെതിരെ രൂക്ഷ വിമർശനവുമായി പിന്നീട് CPM സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്തെത്തിയതും ഇപ്പോൾ ഏറെ ശ്രദ്ധേയം തന്നെയാണ്. അത് യഥാർത്ഥത്തിൽ CPMനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. CPMന്റെ കനത്ത പരാജയത്തിന് വിമർശനങ്ങൾ നേരിടുന്ന വേളയിലാണ് SFIക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. SFI തുടരുന്നത് പ്രാകൃതമായ സംസ്കാരമാണെന്നും പുതിയ SFIക്കാർക്ക് ഇടതുപക്ഷം എന്ന വാക്കിന്റെ അർത്ഥമറിയില്ല എന്നും ബിനോയ് വിശ്വം പറഞ്ഞു വെക്കുന്നുണ്ട്. ആശയത്തിന്റെ ആഴമറിയില്ല, കാര്യങ്ങൾ ശരിയായി തന്നെ പഠിക്കണമെന്നും നേർവഴിക്ക് നയിക്കണമെന്നെല്ലാം തന്നെ CPI പറഞ്ഞു വെക്കുകയാണ്. തിരുത്തിയില്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ബാധ്യതയാകുമെന്നും SFI തിരുത്തിയേ തീരുവെന്നും ബിനോയ് വിശ്വം കൃത്യമായി തന്നെ ഒരു താക്കീതും നൽകുകയാണ്. മാത്രമല്ല, പത്രങ്ങളിലെല്ലാം തന്നെ നിരന്തരമായി SFIക്കെതിരെ ഉയർന്നു വരുന്ന വിമർശനങ്ങൾ യഥാർത്ഥത്തിൽ CPMന് തലവേദനയാവുകയാണ്. തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം നേരിട്ട CPM വീണ്ടും ഒരു തിരിച്ചുവരവിന് ഒരുങ്ങുന്ന സാഹചര്യത്തിൽ CPMന്റെ ഓരോ വാക്കുകളെയും ഇഴകീറി പരിശോധിച്ചുകൊണ്ട് വിമർശിക്കാനായി CPI രംഗത്തുണ്ട് എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. അച്യുത മേനോനോടുള്ള സ്മരണ പുതുക്കിക്കൊണ്ടായിരുന്നു CPMനെ വിമർശിച്ചുകൊണ്ട് CPI രംഗത്തെത്തിയത്. പല കേന്ദ്രങ്ങളും തമസ്കരിക്കാൻ ശ്രമിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവാണ് അച്യുത മേനോനെന്നും EMSന്റെ സർക്കാരുകൾ പൂർത്തീകരിക്കാൻ കഴിയാതിരുന്നത് അച്യുത മേനോന് സാധിച്ചുവെന്നും നവയുഗത്തിൽ ബിനോയ് വിശ്വം കുറിച്ചിരുന്നു. തലസ്ഥാനത്ത് അച്യുത മേനോന്റെ പ്രതിമ ഈ മാസം 30-ാം തീയതി സ്ഥാപിക്കുമെന്ന് അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സംഭാവനകൾ CPI സംസ്ഥാന സെക്രട്ടറി വിശദീകരിക്കുന്നതിനിടയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ രൂക്ഷമായ വിമർശനം. എന്നാൽ അതേസമയം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയായിരുന്നു തോമസ് ഐസക്കും CPMന്റെ അഥവാ സർക്കാരിന്റെ മുൻഗണനകളിൽ തിരുത്തൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നത്. പ്രഥമ പരിഗണന വേണ്ടത് നിർധനകർക്കുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നതിന് എന്നായിരുന്നു തോമസ് ഐസക് പറഞ്ഞു വെച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ അടിസ്ഥാനത്തിൽ പിണറായി സർക്കാരിന്റെ മുൻഗണനകളിൽ തിരുത്തൽ വേണമെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗമായ മുൻ ധനമന്ത്രിയുമായ തോമസ് ഐസക് പറഞ്ഞു വെക്കുമ്പോൾ അത് വീണ്ടും വലിയ ചർച്ചകളിലേക്ക് തന്നെയാണ് വഴി തുറക്കുന്നത്. കഴിഞ്ഞ LDF സർക്കാർ മുൻപില്ലാത്ത വിധത്തിൽ ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ വർധനവ് വരുത്തിയിരുന്നു. വിവിധ വികസന മേഖലകളിൽ പദ്ധതികൾ ഏറ്റെടുക്കാൻ ശ്രമിക്കുമ്പോൾ നിർധനരുടെ ആനുകൂല്യങ്ങൾ കുടിശ്ശികയാകും. അപ്പോൾ നിർധനർക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നതിനാണ് പ്രഥമ പരിഗണന നൽകേണ്ടത് എന്നായിരുന്നു അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ എഴുതിയത്. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ പാർട്ടിക്ക് ജനങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് വിമർശിച്ചുകൊണ്ട് പ്രകാശ് കാരാട്ട് രംഗത്തെത്തിയതായിരുന്നു. പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകളിലെ ചോർച്ച ഗൗരവത്തോടെ കാണണമെന്നും ബംഗാളിലും ത്രിപുരയിലും ഇതാണ് സംഭവിച്ചതെന്നും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ചുള്ള കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തൽ കൊച്ചിയിൽ അവതരിപ്പിച്ചപ്പോൾ മുൻ ജനറൽ സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായ പ്രകാശ് കാരാട്ട് കൃത്യമായി തന്നെ തുറന്നടിച്ചിരുന്നു. ജനങ്ങളെ മനസ്സിലാക്കാൻ പാർട്ടിക്ക് കഴിയുന്നില്ല. ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയതും സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകളിൽ അവശ്യ സാധനങ്ങൾ മുടങ്ങിയതുമെല്ലാം സാധാരണക്കാരെ സർക്കാരിനെതിരെയാക്കിയെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. മാത്രമല്ല, തോൽവിയുടെ കാരണം കണ്ടെത്തി തിരുത്തലുണ്ടാകുമെന്ന് യെച്ചൂരി പോലും തുറന്നടിക്കുമ്പോൾ യഥാർത്ഥത്തിൽ CPMന്റെ പരാജയം ഇരട്ടിയാവുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണമായ പ്രശ്നങ്ങൾ പാർട്ടി തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ് കൃത്യമായി തന്നെ പറയുന്നത്. പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള തിരുത്തൽ ശ്രമങ്ങൾ ഉണ്ടാകുമെന്നും തെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ട് വർദ്ധിച്ചത് വളരെ ഗൗരവത്തോടെയാണ് പാർട്ടി കാണുന്നതെന്നും ഇക്കാര്യം പ്രത്യേകം പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്തേണ്ട അടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാന സമിതി ചർച്ച ചെയ്യുമെന്നും യെച്ചൂരി പറഞ്ഞു വെക്കുകയാണ്. സീതാറാം യെച്ചൂരിയുടെ പോലും വാക്കുകൾ യഥാർത്ഥത്തിൽ CPMനെ പ്രതിരോധത്തിൽ ആക്കുന്നുണ്ട്. എന്നാൽ ഇതിനെല്ലാം പുറമെ കേരളത്തിൽ CPM പുതലിച്ച അവസ്ഥയിലാണ് എന്നാണ് PB അംഗമായ A വിജയരാഘവൻ പറഞ്ഞു വെക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്തുള്ള മാധ്യമ റിപ്പോർട്ടിംഗിലായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. സർക്കാരിനെതിരെയുള്ള ജനവികാരം തോൽവിക്ക് കാരണമായെന്നാണ് PB അംഗമായ പ്രകാശ് കാരാട്ട് പറഞ്ഞു വെച്ചതെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ CPMന്റെ വടക്കൻ മേഖല റിപ്പോർട്ടിംഗിൽ സർക്കാരിനെതിരെയും പാർട്ടി നേതൃത്വത്തിനെതിരെയും രൂക്ഷ വിമർശനം ഉയർന്നു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ മുതൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്കിടയിൽ വരെ നടത്തിയ റിപ്പോർട്ടിംഗിൽ വിമർശനം ഉയർന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ചുള്ള റിപ്പോർട്ട് അവതരിപ്പിച്ചത് PB അംഗമായ വിജയരാഘവനാണ്. ഇതിനിടെയാണ് കേരളത്തിൽ CPM പുതലിച്ച അവസ്ഥയിലാണ് എന്ന വിമർശനം അദ്ദേഹം നടത്തിയത്. പാർട്ടിക്ക് ജനങ്ങളുമായുള്ള ജൈവബന്ധം നഷ്ടമായി, അടിസ്ഥാന വോട്ടുകളിലെ ചോർച്ച ഗൗരവമായി കാണണമെന്നും റിപ്പോർട്ടിംഗിൽ അദ്ദേഹം നിർദ്ദേശമുയർത്തിയിരുന്നു. ഒരർത്ഥത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMന് കനത്ത പരാജയം നേരിട്ടിട്ടുണ്ടായിരുന്നു. ആ കനത്ത പരാജയത്തിന്റെ കാരണം CPMന്റെ അഥവാ CPMന്റെ മുഖ്യമന്ത്രിയായി പിണറായി വിജയന്റെ ധാർഷ്ട്യമാണ് എന്നുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. പിണറായി വിജയൻ പോലീസിനെയും SFIയെയും DYFIക്കാരെയും അഴിച്ചുവിട്ടിരിക്കുകയാണ് എന്നുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അതിനിടെയാണ് SFI എന്ന വിദ്യാർത്ഥി സംഘടനയ്ക്ക് നേരെ ഇത്ര രൂക്ഷമായ രീതിയിലുള്ള വിമർശനങ്ങൾ വരുന്നത്. ഈ വിമർശനങ്ങളെല്ലാം തന്നെ വിരൽ ചൂണ്ടുന്നത് SFIയിലേക്ക് മാത്രമല്ല, ഒരർത്ഥത്തിൽ അത് CPMിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ CPM വീണ്ടും പ്രതിരോധത്തിലാകുന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെയാണ് CPMന് അഥവാ AK ബാലന് പോലും SFI ഒരു പോഷക സംഘടനയല്ല എന്ന് പോലും പറഞ്ഞ് ഒഴിഞ്ഞു മാറേണ്ട അവസ്ഥ വരുന്നത്.